മുണ്ടക്കൈ ചൂരൽമല പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടമായവർക്കുള്ള സ്നേഹഭവനങ്ങൾക്ക് ഇന്ന് തറക്കല്ലിടും. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ നിർമ്മിക്കുന്ന മാതൃകാ ടൌൺഷിപ്പിന്റെ ശിലാസ്ഥാപനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് സർക്കാർ ഏറ്റെടുത്ത 64 ഹെക്ടർ ഭൂമിയിൽ 7 സെന്റ് വീതമുള്ള പ്ലോട്ടുകളിലായി 1000 ചതുരശ്ര അടിയിൽ ഒറ്റനിലയിൽ ക്ലസ്റ്ററുകളായാണ് വീടുകൾ നിർമ്മിക്കുക. ടൗൺഷിപ്പിലെ ഒന്നാംഘട്ട പട്ടികയിൽ ഉൾപ്പെട്ട 242 ഗുണഭോക്താക്കൾ സമ്മതപത്രം കൈമാറി. ടൗൺഷിപ്പിൽ വീടിനായി 175 പേരും 15 ലക്ഷം സാമ്പത്തിക സഹായത്തിനായി 67 പേരുമാണ് സമ്മതപത്രം കൈമാറിയത്. ഒന്നാംഘട്ട പട്ടികയിൽ 242ഉം 2A പട്ടികയിൽ 87ഉം 2B ലിസ്റ്റിൽ 73ഉം ഉൾപ്പെടെ 402 ഗുണഭോക്താക്കളാണ് അന്തിമ പട്ടികയിലുള്ളത്. എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടുന്നതാണ് എൽസ്റ്റണിൽ തയ്യാറാകുന്ന ടൗൺഷിപ്പ്. ഇവിടെ മാതൃകാ വീടുകൾക്ക് പുറമെ ആരോഗ്യ കേന്ദ്രം, അംഗനവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്ററുകൾ എന്നിവയെല്ലാം ഉണ്ടാകും. 1000 ചതുരശ്ര അടിയിലാകും വീടുകൾ. ഒറ്റനിലയിൽ പണിയുന്ന കെട്ടിടം ഭാവിയിൽ ഇരുനില നിർമ്മിക്കാനുള്ള അടിത്തറയോടെയും തയ്യാറാവുക. ടൗൺഷിപ്പ് പ്രഖ്യാപിച്ച സമയത്ത് സർക്കാരിന്റെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും ഏറെ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. തുടർന്ന് വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയതോടെയാണ് കൂടുതൽ ഗുണഭോക്താക്കൾ പദ്ധതിയിൽ സഹകരിക്കാൻ തയ്യാറായത്. ന്യൂസ് 18 വയനാട്.